ദൈവമേ അതിനകത്ത് ആരാന്നേലും ഒരു അബദ്ധം ഉണ്ടാവല്ലേ. അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഹങ്കാരം നമ്മുടെ വേണ്ടപ്പെട്ടവർക്കാണ് അങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇത് എന്തൊരു മനുഷ്യസ്ത്രീയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വ്ളോഗും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കാണാനിടയായി. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഒരു ന്യൂസ് കണ്ടു കാണുമായിരിക്കും. ഒരു യുവതി ആംബുലൻസിന് വഴി കൊടുക്കാതെ കറക്റ്റ് റോഡിൻ്റെ ആംബുലൻസിൻ്റെ കറക്റ്റ് ഫ്രണ്ടിലായിട്ട് പോകുന്നു. എത്ര ഹോൺ അടിച്ചിട്ടും അവർ വണ്ടി മാറ്റി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സൈഡ് ഒതുങ്ങി കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്തൊരു മനുഷ്യരാണല്ലേ. ഞാൻ ആ ഒരു വീഡിയോ ചെറിയൊരു ഭാഗം ഇവിടെ കാണിക്കാം കേട്ടോ. മുടക്കി ബൈക്ക് യാത്രിക നിരന്തരമായി ഹോണടിച്ചിട്ടും ബൈക്ക് മാറ്റിയില്ല എന്ന പരാതിയാണ് ഉയരുന്നത്. കലൂർ മെട്രോ സ്റ്റേഷന് സമീപം ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. എത്ര എന്താ പറയാ അഹംഭാവമാണ് ആ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് നമ്മള് മനുഷ്യര് എങ്ങനെയോ എന്തു സ്വഭാവം ആയിക്കോട്ടെ, ഒരാളിന് വയ്യാതെ ആ ആംബുലൻസിൽ ഒരു രോഗിയുണ്ട്. ആ രോഗിയെ കൊണ്ട് പോകുമ്പോഴാണ് ഇവരിങ്ങനെ ഹോൺ അടിച്ചും വെപ്രാളപ്പെട്ടു ഈ ആംബുലൻസ് ഡ്രൈവർമാർ പോകുന്നത്. അപ്പം അതെങ്കിലും ഒന്ന് പരിഗണനയിൽ എടുത്തിട്ട് ഇവർക്കൊന്ന് വഴി മാറിക്കൊടുക്കായിരുന്നു. കാരണം എനിക്കത് എന്താ പറയുക, എനിക്കത് ഇത്രയും ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് വന്നതെന്ന് വെച്ചാൽ, കാരണം എവിടെ ആംബുലൻസ് പോയാലും ആംബുലൻസിൻ്റെ ആ ഓണടി കേൾക്കുമ്പോഴത്തേനും, ഇപ്പം എൻ്റെ വീട്ടിൽ ഇവിടെ നിൽക്കുവാണെങ്കിലും അങ്ങ് റോഡിൽ കൂടെ ആംബുലൻസ് പോകുമ്പോഴും എൻ്റെ മനസ്സിലൊരാളല്ല, ദൈവമേ അതിനകത്ത് ആരായിരിക്കും, അവർക്കൊരാപത്തും. അത് പണ്ട് മുതലേ എൻ്റെ ഒരു സ്വഭാവമായി പോയി കേട്ടോ. അതെന്താണെന്ന് എനിക്കങ്ങനെ അറിയത്തില്ല. ആംബുലൻസ് പോകുമ്പോഴത്തേനും റോഡിൽ കൂടെ ഞാൻ നടന്നു പോകാനേലും ആംബുലൻസ് പോകുമ്പോൾ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ട്, ദൈവമേ അതിനകത്ത് ആരാന്നേലും ഒരു അബദ്ധം ഉണ്ടാവല്ലേ, അവർ അസുഖം മാറണേന്ന് ഞാൻ ഒരു തവണയെങ്കിലും പ്രാർത്ഥിക്കും ആംബുലൻസ് പോകുന്ന സമയത്ത്. വല്ലാത്തൊരാളല്ല അങ്ങനെ ആംബുലൻസ് സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ. കാരണം എന്താ പറയുക, നമ്മുടെ വേണ്ടപ്പെട്ടവർക്കാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ. അപ്പോൾ അതിനകത്ത് ആരാന്നല്ലോ, അതിപ്പോൾ മനുഷ്യനായിക്കോട്ടെ മൃഗം ആയിക്കോട്ടെ ആർക്കും ആയിക്കോട്ടെ. ഇപ്പോൾ റോഡിൽ ഒരു പട്ടിയോ ഒരു പൂച്ചയോ വണ്ടി ഇടിച്ച് കിടന്നാൽ പോലും അതും ഒരു ജീവിയല്ലേ. മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആരുടെ മുമ്പിൽ ഒരു ഇതായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം എനിക്ക് വിഷമമാവും, എനിക്ക് ഭയങ്കര വിഷമമാവും. എനിക്ക് ഒരു പട്ടിയായാലും ഒരു പൂച്ച ആയിക്കോട്ടെ ഒരു പട്ടി ആയിക്കോട്ടെ റോഡിൽ വയ്യാതെ കിടക്കുമോ വണ്ടി ഇടിച്ച് കിടക്കുമ്പോൾ എനിക്ക് ആളല്ല, പക്ഷെ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിനുള്ള ആ ഒരു ഇതൊന്നും എനിക്കില്ല. പക്ഷേ ഭാവിയിൽ എനിക്ക് അങ്ങനെ എന്തെങ്കിലും അവസരം കിട്ടിയാൽ ഞാനത് ചെയ്യും, ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. നിൽക്കുമ്പം ഒരു മനുഷ്യനങ്ങനെ വരുമ്പോൾ നമുക്കിപ്പം ഞാനും ചേട്ടയും കൂടി ഇപ്പം ഒരു ബൈക്കിൽ പോവുകയാണെങ്കിലും ആംബുലൻസിൻ്റെ സൗണ്ട് എവിടെ കേട്ടാലും ഞാനത് ശ്രദ്ധിക്കും, തിരിഞ്ഞു നോക്കും. ഞാൻ എവിടെ നിന്ന് അത് വരുന്നത്, നമ്മുടെ ബാക്കിൽ കൂടെ ആണോ വരുന്നത്. 2-3 പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ കൂടെ ആംബുലൻസ് ഓണടിച്ച് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ചേട്ടൻ ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നും വരത്തില്ല. ഞാൻ പെട്ടെന്ന് ചേട്ടൻ സൈഡ് കൊടുക്കും ഞാൻ പറയും. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ അതിനകത്ത് ആരാന്നേലും അവർക്കൊരു അബദ്ധം ഉണ്ടാവല്ലേ, അവർ അസുഖം മാറണേന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇത് എന്തൊരു മനുഷ്യസ്ത്രീയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തൊരു മനസ്സാസ്ത്രീയുടെ. എത്ര ഹോൺ അടിച്ചിട്ടും ആ പെണ്ണ് വണ്ടിക്ക് ആംബുലൻസിന് സൈഡ് കൊടുക്കുന്നില്ല. ആ വണ്ടിക്കകത്ത് ഇരിക്കുന്ന ആ രോഗിയുടെ അവസ്ഥ എന്തുമായിരിക്കും, ആ രോഗി ചിന്തിക്കുന്നതായിരിക്കും, ഇതിനു വേണ്ടി ഞാൻ എന്ത് പാപം ചെയ്തെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. കാരണം നമുക്കിപ്പോൾ ഒരു വയ്യാഴിക വരുവാണെങ്കിൽ നമ്മളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവൾ പോട്ടെ, അവളെ മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ കൂടെ ഉള്ളവരാണെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കാൻ നമ്മൾ ചിന്തിക്കും, എന്നാലും അവർ എന്നോട് അങ്ങനെ കാണിച്ചല്ലോ എന്ന് ചിന്തിക്കും. അതേപോലെ തന്നെ ആ ആംബുലൻസിനകത്ത് ഉള്ള രോഗിയുടെ കൂടെ ഉള്ള റിലേറ്റീവ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക് അല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സ്ത്രീ അപാര മനക്കട്ടിയുള്ള സ്ത്രീയാട്ടോ. അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഹങ്കാരം മഹാ അഹങ്കാരം, ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള അഹങ്കാരം, അതൊന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല. മനുഷ്യനായ മനുഷ്യനോടെങ്കിലും അറ്റ്ലീസ്റ്റ്, ചിലർക്ക് മൃഗങ്ങളോടൊന്നും ഇഷ്ടമല്ലാതെ ഉള്ളവരായിരിക്കാം, ഓക്കെ, മനുഷ്യനോടെങ്കിലും ഒരു ദയവ് കാണിച്ച് ജീവിക്കാൻ പഠിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നമ്മൾ അറിയാത്തവരായിക്കോട്ടെ അറിയുന്നവരായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒരാൾക്കൊരു ആപത്ത് വരുമ്പോഴോ ഒരു സഹായത്തിന് ആവശ്യം വരുമ്പോഴോ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മളിപ്പോൾ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ബാക്കിൽ ആംബുലൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് വണ്ടി സൈഡാക്കിയിട്ട് ആംബുലൻസിനെ വിടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ആറ്റാൽ പൊങ്കാലയുടെ അന്നും, അത് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ, അവിടെ കുറേ ആംബുലൻസ് സജ്ജീകരിച്ചിട്ട് ഇട്ടിരിക്കും അവർ. കാരണം പൊരി വെയിലായിരിക്കും, വെയിലത്ത്
പ്രായമായിട്ടുള്ള അമ്മമാർ കാണും, പിന്നെ ചേച്ചിമാർ, ആരും ആയിക്കോട്ടെ, പ്രായമായിട്ടുള്ള അപ്പൂപ്പന്മാർ കാണും. ചിലപ്പോൾ വെയിലത്ത് നിൽക്കുമ്പോൾ അവർക്ക് ശരീരാസ്വസ്ഥത വരും. അങ്ങനെ അവരെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ ആംബുലൻസ് ഉണ്ട്. ഞാൻ ഇപ്രാവശ്യവും കണ്ടു, നമ്മൾ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2-3 ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോകുന്നു. കാരണം പൊങ്കാല ഇട്ടുകൊണ്ട് നിന്ന് ആർക്കോ വയ്യാതായി, അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്കാനായിട്ട് പോവാം. അപ്പോഴും എനിക്ക് പൊങ്കാല ഇട്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ പോലും അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ അവർക്ക് പെട്ടെന്ന് സുഖം പ്രാപിക്കണമെന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ആ പെണ്ണോട് ശരിക്കും എനിക്ക് ദേഷ്യം തോന്നിയത്. ഇങ്ങനെ ആരോടും ചെയ്യരുത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ചെയ്യണ്ട. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യാം. നമ്മളെപ്പോലൊരു ജീവനല്ലേ അത്. ചിലപ്പം എല്ലാവരും അങ്ങനെ ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ വഴി മാറി കൊടുക്കും. ഇതെന്താണ് ഇങ്ങനെ? ഇതിന് എനിക്ക് തോന്നുന്നു ഹെഡ്സെറ്റ് ബാക്കിൽ വണ്ടി വരുന്നത് കാണാഞ്ഞിട്ടോ, ഇനി ഹെഡ്സെറ്റ് വല്ലതും ചെവിയിൽ കുത്തി തിരികെ വെച്ചിട്ട്, ചില പെണ്ണുങ്ങളായാലും അങ്ങനെ തന്നെ, ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്, ഹെഡ്സെറ്റ് ചെവിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്നീ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകും, ഇല്ലെങ്കിൽ പാട്ടും കേട്ടുകൊണ്ട് പോകും. അപ്പോൾ ബാക്കി വരുന്ന വണ്ടികൾ ഹോൺ അടിച്ചാലും ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. ആ ഒരു ഇതിലായിരിക്കും അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, ഇത്രയും നേരം ഹോൺ അടിച്ചിട്ടും ആ പെണ്ണ് കാണാതെയും കേൾക്കാതെ ഇരിക്കുമെന്ന്. ദയവ് ചെയ്ത് ആരും ഇങ്ങനെ ആരോടും ചെയ്യരുത്. ചിലപ്പം മരണവെപ്രാളം എടുക്കുന്ന രോഗിയും കൊണ്ടായിരിക്കും ഒരു ആംബുലൻസ് ഡ്രൈവർ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ചീറിപ്പാഞ്ഞു പോകുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ആ രോഗിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അവരുടെ ബന്ധുക്കൾക്കും ബന്ധുക്കൾക്കും അല്ലേ നഷ്ടമാവുന്നത്. പക്ഷേ അതിന് കാരണക്കാരൻ ആയവർക്ക്, ഇപ്പം നമ്മളാണ് അതിന് കാരണം, എന്താ പറയുക, ആ വ്യക്തിയുടെ ജീവൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് കാരണക്കാരൻ നമ്മൾ മാത്രമായിരിക്കും. ഈ വണ്ടിക്ക് സൈഡ് കൊടുക്കാത്ത നമ്മൾ മാത്രമായിരിക്കും. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെന്താണ് ഈ പെണ്ണിങ്ങനെ കാണിച്ചതെന്ന് ഒരു പിടിയില്ല. എന്തോ ആയാലും അപാര മനക്കെട്ടി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം എനിക്ക് കണ്ടിട്ട് അത്രയ്ക്ക് സഹിച്ചില്ല. എനിക്ക് നാല് വർത്താനം പറയണമെന്ന് പറഞ്ഞു തന്നെ ഞാൻ വന്നത്. ചിലപ്പോൾ ഞാനിങ്ങനെ ശീലിച്ചത് കൊണ്ടായിരിക്കാം. എനിക്ക് ആംബുലൻസ് എതിലേക്കൂടെ പോയാലും എനിക്ക് മനസ്സിനകത്ത് ഒരാളല്ല. അതിനകത്ത് ആരാന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ അവർക്ക് അവരുടെ അസുഖം പെട്ടെന്ന് മാറി സുഖപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും.